സാമൂതിരിൻ്റെ കാലം തൊട്ട് തന്നെ അത്രയും പ്രസിദ്ധമായ ഒരു മാർക്കറ്റാണിത്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് കുതിരേനെ കിട്ടിയിരുന്ന ഒരു സ്ഥലങ്ങളായിരുന്നു ഞാൻ കേട്ട അറിവിൽ. അതാണ് പാളയം. പാളയം എന്നുള്ള കുതിരകളെ കിട്ടുന്ന സ്ഥലം അങ്ങനെയാണ് പാളയം എന്ന് പേര് വന്നത്. എത്രയോ പുരാതനമായിട്ട് വളരെയധികം ഒരുപാട് കച്ചവടക്കാർ ഇവിടെ ജീവിച്ച് മൺമറഞ്ഞ ആളുകളും ഒരു വലിയൊരു സംഭവമായിരിക്കും ഇത്. ഇങ്ങനെ രണ്ട് വാക്കിലൊന്നും പറഞ്ഞാൽ ഒതുങ്ങുന്ന സംഗതിയല്ല. അത്രയ്ക്കും ചരിത്രപരമായി വളരെയധികം ഒരുപാട് ആളുകൾ, എത്രയോ ബിസിനസ്സുകാർ, എത്രയോ തൊഴിലാളികൾ, ഒരുപാട് ആളുകൾ. അതുവഴി പിന്നെ കോഴിക്കോട് പാളയം എന്ന് പറഞ്ഞാൽ അത്രയും കേമ. കുറേ കാലത്ത് പാരമ്പര്യമുള്ള മാർക്കറ്റാണിത്. കുറേ തൊഴിലാളികൾ ഫ്രൂട്ട്സ്, പച്ചക്കറി, കൊല, കുറേ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ കോർപ്പറേഷൻ അതിനോട് സഹകരിച്ചിട്ട് ഈ മാർക്കറ്റ് നിലനിർത്തുക.